ദിവ്യകാരുണ്യ ഈശോയാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22 അധ്യായം 19 തിരുവചനം, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശുദ്ധ കുർബാന സ്ഥാപനത്തിനു ശേഷം ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനോട് പറയുന്ന കാര്യമാണ് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യർക്ക് നൽകുന്ന ഒരു യാത്രാമൊഴിയാണിത്. ഈശോയുടെ ഒരു അന്ത്യ അഭിലാഷമായിട്ട് മാത്രം ഇതിനെ കാണാതെ ഒരു കൽപ്പനയായിട്ട് ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന ഈശോയുടെ ഈ ഒരു വാക്യത്തെ നാം സ്വീകരിക്കുമ്പോൾ നമ്മളും ഈശോയുടെ രക്ഷാകര പദ്ധതിയിൽ പങ്കാളികളാവുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യർക്ക് ഈശോ നൽകുന്ന യാത്രാമൊഴിയാണിത്. തൻ്റെ ഓർമ്മ ലോകാവസാനത്തോളം നിലനിൽക്കാൻ, അനുഭവിച്ച ക്രിസ്തുവിൻ്റെ ഓർമ്മകളെ സ്മൃതിപഥത്തിൽ നിന്നും പ്രവൃത്തിയുടെ പഥങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ഈശോ നൽകിയ ഒരു ഓർമ്മപ്പെടുത്തൽ. അപ്പമെടുത്ത് ആശീർവദിച്ച് ഈശോ പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. അനന്തരം പാനപാത്രമെടുത്ത് ഈശോ കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ആശീർവദിച്ച് ഇപ്രകാരം പറഞ്ഞു, ഇതെൻ്റെ രക്തമാണ്, പുതിയ ഉടമ്പടിയുടെ പാപമോചനത്തിൻ്റെ രക്തം. ഇതാണ് ഓർമ്മയ്ക്കായി ചെയ്യേണ്ടത്. ഓർമ്മയായി മാറാൻ ഓർമ്മ സ്ഥാപിച്ച ക്രിസ്തുവിനെ ഇന്നും ഓരോ വിശുദ്ധ ബലിയിലൂടെയും നമ്മൾ അനുഭവിക്കുമ്പോൾ ഈശോ എന്തായിരിക്കാം ഈ ഓർമ്മ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ഒന്നാമതായി, വിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ ഓർമ്മയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3 അധ്യായം 16 തിരുവചനത്തിൽ മനുഷ്യമക്കളോടുള്ള സ്നേഹത്തെ പ്രതി സ്വന്തം പുത്രനെ വിട്ടു നൽകിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തെ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 15 അധ്യായം 13 തിരുവചനത്തിൽ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് ഈശോ സ്വന്തം ജീവിതം വഴി പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹിതർക്ക് വേണ്ടി സ്വന്തം ശരീരവും രക്തവും മുഴുവനായി പകുത്തു നൽകിയ ഈശോയുടെ സ്നേഹത്തിൻ്റെ ഓർമ്മയാണ്, വെളിപ്പെടുത്തലാണ് വിശുദ്ധ കുർബാന. നമ്മൾ ജീവൻ സ്വന്തമാക്കാൻ വേണ്ടി നമ്മുടെ കരങ്ങളിലേക്ക് ഒറ്റിക്കൊടുക്കുന്നവൻ്റെയും തള്ളിപ്പറയുന്നവൻ്റെയും വിട്ടെറിഞ്ഞ് ഓടിപ്പോകുന്നവൻ്റെയും കരങ്ങളിലേക്ക് സ്വന്തം ജീവനെ തന്നെ പങ്കുവയ്ക്കുന്ന സ്നേഹം, അതേ വിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ ഓർമ്മയാണ്. രണ്ടാമതായി, വിശുദ്ധ കുർബാന മുറിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാണ്. പീഡാസഹനങ്ങളിലൂടെ, ഒത്തിരിയേറെ മനോവ്യാധികളിലൂടെ, ശാരീരിക മാനസിക ആത്മീയ സഹനങ്ങളിലൂടെ കടന്നുപോയി ഈശോ ചെയ്ത കാര്യം സ്വന്തം ശരീരവും രക്തവും തൻ്റെ പ്രിയപ്പെട്ടവർക്കായി മുറിച്ചു നൽകി എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ വ്യക്തിജീവിതങ്ങളിലും ഒത്തിരിയേറെ സഹനങ്ങളും നൊമ്പരങ്ങളും വേദനകളും രോഗങ്ങളുമൊക്കെ കടന്നു വരുമ്പോൾ മുറിക്കപ്പെടലുകളെ ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായി സ്വീകരിച്ച് നമ്മളും നമ്മെ തന്നെ ദൈവപിതാവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടു നൽകി കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കാൻ സാധിക്കുമ്പോൾ വിശുദ്ധ കുർബാന നമ്മുടെ വ്യക്തിജീവിതങ്ങളിൽ മുറിക്കപ്പെടുന്നതിൻ്റെ ഓർമ്മയായി അവശേഷിക്കുന്നു. മൂന്നാമതായി, വിശുദ്ധ കുർബാന നൽകപ്പെടുന്നതിൻ്റെ ഓർമ്മയാണ്. നമ്മോട് കൂടെയായിരിക്കുവാൻ വിശുദ്ധ കുർബാനയായി മാറിയ ഈശോ സ്വന്തം ജീവനെ തന്നെ മനുഷ്യമക്കളുടെ കരങ്ങളിലേക്ക് നൽകിയതിൻ്റെ ഓർമ്മയാണ് വിശുദ്ധ കുർബാന. ക്രിസ്തുവിൻ്റെ സ്നേഹവും ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും പരിമളവുമൊക്കെയായി മാറുവാൻ വിളിക്കപ്പെട്ട ക്രിസ്ത്യാനികളായ നാം നമ്മുടെ ജീവിതങ്ങളെയും മറ്റുള്ളവർക്കായി ഈശോയുടെ സ്നേഹത്തെ പ്രതി, സാന്നിധ്യത്തെ പ്രതി വിട്ടു നൽകുമ്പോൾ വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതങ്ങളിലും നൽകപ്പെടുന്നതിൻ്റെ ഓർമ്മയായി നിലകൊള്ളും. നാലാമതായി, വിശുദ്ധ കുർബാന പാപമോചനത്തിൻ്റെ ഓർമ്മയാണ്. പാപത്തിൻ്റെ ബന്ധനത്തിൽ കഴിഞ്ഞിരുന്ന മാനവ മക്കളെ വീണ്ടെടുക്കാൻ സ്വന്തം ശരീരവും രക്തവും സ്വന്തം ജീവനെ തന്നെയും ലോകത്തിൻ്റെ വേണ്ടി, മനുഷ്യ മക്കൾക്ക് വേണ്ടി മുറിച്ചു നൽകിയവൻ്റെ ഓർമ്മയാണ് വിശുദ്ധ കുർബാന. പാപമില്ലാത്തവൻ പാപികളായ മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം ജീവനെ തന്നെ കുരിശിൽ ബലിയായി അർപ്പിച്ചു. അതേ, വിശുദ്ധ കുർബാന പാപമോചനത്തിൻ്റെ ഓർമ്മയാണ്, രക്ഷയുടെ ഓർമ്മയാണ്. അഞ്ചാമതായി, വിശുദ്ധ കുർബാന വീണ്ടും കടന്നു വരുന്നതിൻ്റെ ഓർമ്മയാണ്. ഓരോ വിശുദ്ധ ബലിയിലൂടെയും ഓരോ പ്രഭാതത്തിലും നമ്മെ തേടിയെത്തുന്ന ഈശോയുടെ അനന്ത സ്നേഹത്തിൻ്റെ ഓർമ്മയായി നമ്മുടെ ജീവിതങ്ങളിലേക്കും നമ്മുടെ കുടുംബ ബന്ധങ്ങളിലേക്കും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലേക്കും നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് തന്നെയും ഈശോ കടന്നു വരുന്നതിൻ്റെ ഓർമ്മയായി വിശുദ്ധ കുർബാന മാറുന്നുണ്ട്. നമ്മൾ എത്ര അയോഗ്യരാണെങ്കിലും കുറവുകളുള്ളവരാണെങ്കിലും സ്നേഹം ഒന്നുകൊണ്ട് മാത്രം നമ്മെ തേടിയെത്തുന്ന ഈശോയുടെ സ്നേഹം.
മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 20-ാം തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ യുഗാന്തം വരെ നമ്മോട് കൂടെയായിരിക്കാൻ, ലോകാവസാനം വരെ നമ്മോടൊത്തായിരിക്കുവാൻ വീണ്ടും വീണ്ടും ഓരോ പ്രഭാതത്തിലും നമ്മെ തേടിയെത്തുന്ന, കടന്നു വരുന്ന ഈശോയുടെ സ്നേഹത്തിൻ്റെ ഓർമ്മയായി വിശുദ്ധ കുർബാന മാറുന്നുണ്ട്. ആറാമതായി വിശുദ്ധ കുർബാന സേവനത്തിൻ്റെ ഓർമ്മയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നാം കാണുക ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിക്കുന്ന സേവനത്തിൻ്റെ ഒരു പുതിയ മാതൃക നൽകുന്ന ക്രിസ്തുവിൻ്റെ ചിത്രമാണ്. തീർച്ചയായും സേവനത്തിൻ്റെ ഒരു ഓർമ്മയായി ഈശോയുടെ ശരീരവും രക്തവും വിശുദ്ധ കുർബാന മാറുന്നുണ്ട്. നമ്മുടെ കൂടെയുള്ളവരെ, എളിയവരെയും പാവപ്പെട്ടവരെയും നമ്മോട് കൂടെയായിരിക്കുന്നവരെയും ചേർത്ത് പിടിക്കുവാനും സേവനത്തിൻ്റെ ഒരു മാതൃക, നിങ്ങളുടെ ഗുരുവും നാഥനുമായ ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു എന്ന ഈശോയുടെ ആ ഒരു വലിയ കൽപ്പനയെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് നമ്മുടെ കൂടെയായിരിക്കുന്ന അപരനെ സ്നേഹിക്കുവാനും സേവിക്കുവാനും സാധിക്കുമ്പോൾ വിശുദ്ധ കുർബാന നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സേവനത്തിൻ്റെ ഒരു ഓർമ്മയായി മാറുന്നു. ഏഴാമതായി വിശുദ്ധ കുർബാന ഉടമ്പടിയുടെ ഓർമ്മയാണ്. സ്വന്തം രക്തം കൊണ്ട് ഈശോ എഴുതിയ ഒരു പുതിയ ഉടമ്പടി. ആടുമാടുകളുടെ രക്തത്തിനപ്പുറം ഇനി ഒരാടുപോലും മനുഷ്യ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ചിന്തപ്പെടില്ല. കാരണം അവസാനമായി അറയ്ക്കപ്പെടുന്ന കുഞ്ഞാട് താനായിരിക്കണം എന്നുള്ള വലിയ ബോധ്യത്തോടുകൂടെ കാൽവരിയിൽ സ്വന്തം ജീവൻ പകുത്തു നൽകിയ, ബലിയായി നൽകിയ ക്രിസ്തുവിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് വിശുദ്ധ കുർബാന. ഓർക്കാം, ഈ ഒരു പുതിയ ഉടമ്പടി അത് എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലായിരിക്കണം. ഒരു പുതിയ ഹൃദയം വിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ സ്വീകരിക്കുന്നതിലൂടെ നാം സ്വന്തമാക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതി ചേർക്കപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ ആ ഒരു വാക്യം, അത് വിശുദ്ധ കുർബാന എന്ന സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്. എട്ടാമതായി വിശുദ്ധ കുർബാന ബലിയർപ്പണത്തിൻ്റെ ഓർമ്മയാണ്. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി സ്വയം ബലിയായി തീർന്ന ഈശോ, നമുക്ക് രക്ഷ കൈവരിക്കാൻ വേണ്ടി സ്വന്തം ശരീരവും രക്തവും സ്വന്തം ജീവനെ തന്നെയും ബലിയായി അർപ്പിച്ച ഈശോ, ഇന്ന് ഓരോ വിശുദ്ധ ബലിയിലും നാം പങ്കെടുക്കുമ്പോൾ നമ്മോട് ആവശ്യപ്പെടുക, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവനെ തന്നെയും പകുത്തു കൊടുക്കുവാൻ നമുക്കും കഴിയണം എന്നുള്ള വലിയ ബോധ്യമാണ്. ഇപ്രകാരം ബലിയർപ്പണത്തിൻ്റെ ഒരു ഓർമ്മയായി വിശുദ്ധ കുർബാന മാറുന്നുണ്ട്. ഒമ്പതാമതായി വിശുദ്ധ കുർബാന കടന്നുപോകലിൻ്റെ ഓർമ്മയാണ്. ഈ ലോകത്തിൽ നിന്നും പിതാവിൻ്റെ പക്കലേക്ക് ഈശോ കടന്നുപോയതിൻ്റെ ഓർമ്മയായി വിശുദ്ധ കുർബാന മാറുന്നുണ്ട്. അപ്രകാരം ഈശോ കടന്നുപോയത് കൊണ്ടാണ് നമ്മൾ നിത്യരക്ഷ കൈവരിച്ചത്. ലോകം നശ്വരമാണെന്നും ഭൗതികമായിട്ടുള്ളതല്ല സ്വർഗീയമായിട്ടുള്ളത് ലക്ഷ്യമാക്കിയായിരിക്കണം ഓരോ ക്രൈസ്തവനും യാത്ര ചെയ്യേണ്ടത് എന്നുള്ള ഓർമ്മപ്പെടുത്തലും വിശുദ്ധ കുർബാന നൽകുന്നുണ്ട്. സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ ദൈവം നമുക്ക് നൽകിയ വിശുദ്ധ കുർബാന എന്ന ഔഷധത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ആ വിശുദ്ധ കുർബാനയിൽ നിന്നും സ്നേഹവും ശക്തിയും ബലവും സ്വീകരിച്ച് നമുക്കും മുന്നോട്ട് പോകാം. അവസാനമായി വിശുദ്ധ കുർബാന എടുക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാണ്. മനുഷ്യമക്കളെ രക്ഷയിലേക്ക് നയിക്കാൻ ഈശോ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഇന്ന് നാം രക്ഷ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വേർതിരിക്കപ്പെട്ടവരാണ്, എടുക്കപ്പെട്ടവരാണ് എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ക്രിസ്തുവിൻ്റെ പാത പിൻചെല്ലാൻ, ക്രിസ്തുവിനെ അനുഗമിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ തീർച്ചയായും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായി ഈശോയുടെ പാദങ്ങളെ പിൻചെന്ന് ഈശോ പഠിപ്പിച്ച മൂല്യങ്ങളെയും ഈശോ പകർന്നു വന്ന ദർശനങ്ങളെയും അവ സ്വീകരിച്ച് അവ മറ്റുള്ളവർക്ക് പങ്കുവെച്ചുകൊണ്ട് സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യണം എന്നുള്ള ഓർമ്മപ്പെടുത്തലായി വിശുദ്ധ കുർബാന മാറുന്നുണ്ട്. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങൾക്ക് ഒരു പുതിയ ദർശനം നൽകേണ്ടതുണ്ട്. ഈ നോമ്പുകാലത്തിൽ പരിശുദ്ധ കത്തോലിക്കാ സഭ വിശുദ്ധ കുർബാനയെ എപ്രകാരം മനസ്സിലാക്കുന്നുവോ അതുപോലെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ, അതുപോലെ അഗാധമായി ഈശോയുടെ സ്നേഹത്തെ വിശുദ്ധ കുർബാനയിലൂടെ അനുഭവിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. ഓർമ്മയാകാൻ വിളിക്കപ്പെട്ട നമ്മുടെയൊക്കെ ജീവിതങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ ഓർമ്മ ഒരു ബലപ്പെടുത്തലായി മാറട്ടെ.
ഈശോ പകർന്നു നൽകിയ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന കൽപ്പനയെ ജീവിത നിയമമായി സ്വീകരിച്ച് സേവനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും അനുഗ്രഹങ്ങളുടെയും കടന്നുപോകലിൻ്റെയും എടുക്കപ്പെടലുകളുടെയും ഒക്കെ ഓർമ്മയായിട്ടുള്ള വിശുദ്ധ ബലിയിൽ നമുക്കും തീക്ഷ്ണതയോടുകൂടെ വിശ്വാസപൂർവ്വം പങ്കെടുക്കാം. ആമേൻ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.